പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മള് നല്ലൊരു പന്തക്കൊസ്ത അനുഭവം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെയും 13-ാമത്തെ വചനം. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അതായത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പന്തക്കൊസ്ത അനുഭവം നമുക്ക് വലിയൊരു ദൈവാനുഭവത്തിന്റെ നിമിഷങ്ങളായി മാറുന്നതിന് വേണ്ടിയിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതിനെ കൊണ്ട് കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ അനുഭവത്തിന് വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുക. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, ദൈവം നമുക്ക് നൽകും. വചനം പറയുന്നു, വിശുദ്ധ പൗലോസിലെ റോമാക്കാർക്കെതിരെ ലേഖനം 10:12 പറയുകയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, ഉണ്ടോ, ദാഹത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേല്, ആരെ ഒഴിവാക്കുന്നില്ല, എല്ലാവരുടെയും മേലും അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതായത് നിരന്തരം ദാഹത്തോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ഈ വാഗ്ദാനം, ദൈവത്തിന്റെ ഈ ഏറ്റവും വലിയ സമ്പത്തായി പരിശുദ്ധാത്മാവിനെ ദൈവം ഭക്ഷിക്കുമെന്ന് ഈ വചനങ്ങളിലെല്ലാം നമ്മൾ കാണുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:49 നമ്മളിങ്ങനെ വായിക്കുന്നു, ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം. അതായത് ഈ പരിശുദ്ധാത്മാവ് പിതാവിന്റെ വാഗ്ദാനമാണെന്നും ഈ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുമെന്നും ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കണമെന്നും ഈ തിരുവചന ഭാഗത്തിൽ അടിയറായിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:53 നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അതായത് പ്രാർത്ഥനാനിരതരായി ദൈവത്തിന് സ്തുതികൾ ആലപിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് തിരുവചനത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, അത് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.